ജില്ലാ പഞ്ചായത്തിന്റെ നെല്ലിക്കുഴി ഡിവിഷനിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി.എം. അബ്ദുൾ അസീസ് പ്രചരണ രംഗത്ത് സജീവമായി. ഡിവിഷന്റെ എല്ലാ മേഖലയിലും ഒരു വട്ടം ഓടിയെത്തിയെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു. ഡിവിഷന്റെ സമഗ്ര വികസനത്തിനുതകുന്ന എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് അബ്ദുൾ അസീസിന്റെ വാഗ്ദാനം. എൽഡിഎഫിന്റെ സിറ്റിംഗ് ഡിവിഷനായ നെല്ലിക്കുഴി ഉറച്ച കോട്ടയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയെന്നതാണ് ടി.എം. അബ്ദുൾ അസീസിന്റെ ദൗത്യം. ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അബ്ദുൾ അസീസിനെ പാർട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻ എം.എൽ.എ. ടി.എം. മീഡിയന്റെ മകൻ എന്നത് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച് ജനങ്ങളുമായുണ്ടാക്കിയ അടുപ്പവും മുതൽക്കൂട്ടാവുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടിക്ക് അതീതമായി വോട്ട് സമാഹരിക്കാൻ അബ്ദുൾ അസീസിന് സാധിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. മാനദണ്ഡത്തിൽ ഇളവ് നൽകിയാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയത്. പ്രചരണ രംഗത്തിറങ്ങിയ ശേഷം ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു. പ്രചരണം തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കോതമംഗലത്തിൻ്റെ മുൻ എം.എൽ.എ. ആയിരുന്ന ടി.എം. മീഡിയൻ്റെ മകൻ എന്നുള്ള രീതിയിലുള്ള ആ രീതിയിൽ ഇടപെടുമ്പോൾ ആളുകൾ സമീപിക്കുന്ന ഒരു സമീപനവും ഒരു ആത്മാർത്ഥതയും ഒരു സന്തോഷവും അത് വലിയ ഉത്തേജനമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നെല്ലിക്കുഴി ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന രീതിക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു വികസനം. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം തീരുമാനമായതിനു ശേഷം പ്രചരണ രംഗത്ത് ഇറങ്ങിയിരുന്നു. വെള്ളിയാഴ്ചയാണ് പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. അതോടെ പരസ്യമായ പ്രചരണ രംഗത്തേക്ക് കടക്കുകയും ചെയ്തു. ഡിവിഷന്റെ എല്ലാ മേഖലകളിലും ഓടിയെത്തിയെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു. എൽഡിഎഫ് നേതാക്കൾക്കൊപ്പമാണ് പ്രചരണം. നമ്മുടെ ഫ്ലക്സ് കരിക്കുന്ന സ്റ്റുഡിയോ ഡിവിഷന്റെ സമഗ്ര വികസനത്തിന് വേണ്ട പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് ടി.എം. അബ്ദുൾ അസീസിന്റെ വാഗ്ദാനം. ത്രിതല പഞ്ചായത്തുകളെയും സർക്കാർ പദ്ധതികളെയും ഏകോപിപ്പിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും. യുവാക്കളിൽ നിന്നുൾപ്പെടെ പല നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം മുൻഗണന നൽകും. ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയ ഇടങ്ങളിലൊക്കെ നമ്മുടെ യുവാക്കൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ അവരുടെ കളിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവതികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വന്ന ഒരു നിർദ്ദേശങ്ങളാണിതെല്ലാം. യുവാക്കളെ സംബന്ധിച്ച് ഇന്ന് പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കളിസ്ഥലങ്ങളും അതുപോലെയുള്ള വാക്ക്വേ ഉൾപ്പെടെയുള്ള വ്യായാമ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇടപെടലൊക്കെ അവർക്ക് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നതിനും എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കി അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മുൻഗണന നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഫണ്ടുകളും കൂടാതെ സർക്കാരിൻ്റെ വിവിധ ഗ്രാൻറ്റുകളും സർക്കാർ പദ്ധതികളും കൂട്ടായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഡിവിഷനെ സമഗ്രമായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. കേരള സർക്കാർ കഴിഞ്ഞ 9.5 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. നെല്ലിക്കുഴി, കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് നെല്ലിക്കുഴി ഡിവിഷൻ. പ്രധാനമായും ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് അഭ്യർത്ഥന. പ്രധാന വ്യക്തികളെയും കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, GTV ന്യൂസ്.